സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കും. മോന്ത എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് നാളെ മച്ചിലിപട്ടണത്തിലും കലിംഗപട്ടണത്തിലും ഇടയിൽ കരതൊടും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയടിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശത്ത് കനത്ത ജാഗ്രതയിലാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 2 ദിവസവും ജില്ലയിൽ അതിശക്തമായ വെയിലും ചൂടും തന്നെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ അല്പം ഒന്ന് കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ഒരു അല്പം മഴ ലഭ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ നഗരത്തിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും സമാനമായ സ്ഥിതി തന്നെയാണ്. നേരിയൊരു മഴ ലഭ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ മഴ സ്ഥാപിക്കാനും അതുപോലെ തന്നെ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അറിയിക്കുന്ന ഒരു കാര്യം, ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുറത്തു നിൽക്കുന്ന ആളുകളും മറ്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇടിമിന്നൽ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തീരദേശവാസികൾ, ഈ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെല്ലാം തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. അതിശക്തമായ കാറ്റും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതിനാലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദീപ്തി, ശരി. കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കാസർഗോഡ് ജില്ലയിലും ഈ ഒരു ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ കാസർഗോഡ് ജില്ലയിലെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെയും സമാന രീതിയിൽ രാത്രി മുതൽ ശക്തമായ മഴയാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തീരദേശ മേഖലയിലും മലയോര മേഖലയിലും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി ശക്തമായ കാറ്റും മിന്നലോട് കൂടിയ ഇടിയും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ നദീതീരങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ പുഴകളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണുള്ളത്. കുടക് വനപ്രദേശങ്ങളിലും സമാന രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേജസ്വിനി പുഴയുടെ തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. അതുപോലെ തന്നെ തീരദേശ പ്രദേശത്തും കനത്ത രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടനാടുകളിൽ മാത്രമാണ് മഴയ്ക്ക് അല്പം ശമനം ലഭിച്ചത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴും ശമനം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ദേശീയപാത വഴി കടന്നു പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന പലയിടങ്ങളിലും ഈ റോഡിന്റെ വശങ്ങളിൽ ഇത്തരത്തിൽ കുഴികൾ കുഴിച്ചിട്ടുണ്ട്. ഓവുചാല അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓവുചാലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പാതയിലൂടെ കടന്നു പോകുന്നവർ, വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ പാലിക്കണമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും വീരമലക്കുന്നിലും മട്ട്ലായിക്കുന്നിലും ബേബിന്റെ ചെർക്കള ഭാഗത്തും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. എന്തായാലും നിയന്ത്രണങ്ങളൊന്നും ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശി അടിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ശ്രദ്ധ പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി. കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നു. വിജിത, എറണാകുളം ജില്ലയിൽ മഞ്ഞ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്?
ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിലോട്ട് നോക്കുന്ന ഈ ഒരു സമയത്ത് എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെല്ലാം തന്നെ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ് ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ എറണാകുളത്തെ ഒരു കേസ് എടുത്ത് പറയുകയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ ചെറിയ രീതിയിലൊക്കെ മഴ തുടരുന്നുണ്ട്. രാവിലെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിക്ക് മഴ തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറ്റവും വലിയൊരു വെല്ലുവിളി ഒരു എറണാകുളം ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്ത് വെള്ളക്കെട്ടും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതലായി ഇപ്പോൾ ഇടപ്പള്ളി ഭാഗത്താണെങ്കിൽ പോലും ഇടപ്പള്ളി, പനമ്പള്ളി തുടങ്ങിയ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഭാഗങ്ങളിലൊക്കെ, സൗത്ത് ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ടാണ്. അതിനപ്പുറത്തേക്ക് മലയോര ഭാഗങ്ങളടക്കമുള്ള ഒരു മേഖലയാണ് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളും. കോതമംഗലം ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ മഴ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമെല്ലാം തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മഴയെ തുടർന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ആലുവ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കൂടുതലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലടക്കം വലിയ രീതിയിലുള്ള അടിമാലി ഭാഗത്തെല്ലാം വലിയ രീതിയിലുള്ള ദുരന്തമടക്കം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ഭാഗത്താണെങ്കിലും മഴ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ, ആലപ്പുഴ ജില്ലകളിലും ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ ഏറ്റവും പ്രശ്നമുള്ള ഒരു മേഖല കൂടിയാണ് ഈ ആലപ്പുഴ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കൃത്യമായി അവിടെയുള്ള ജനങ്ങൾക്കും പുഴയിലും ആറുകളിലും ഒക്കെ വെള്ളം കൂടുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശൂർ ജില്ലയിലാണെങ്കിൽ പോലും മഞ്ഞ മുന്നറിയിപ്പ് തന്നെയാണ് തുടരുന്നത്. തൃശൂർ ജില്ലയിലും ആറുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാൻ അധികൃതർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മഞ്ഞ മുന്നറിയിപ്പ് ആണെങ്കിൽ പോലും മഴ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള ഈ വെള്ളക്കെട്ടുകൾക്കൊക്കെ ഒരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ഈ വെള്ളക്കെട്ട് തുടരാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിയതിനെ തുടർന്ന് വലിയ രീതിയിൽ യാത്രക്കാർ ബുദ്ധിമുട്ടിലായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ശരി വിജിത, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പാണ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ, കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ, കൊച്ചിയിൽ നിന്നും വിജിത എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.